Hi friends, എല്ലാവർക്കും സഞ്ജയ് ദി സോളോ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്യാമറ എന്നുള്ളത് DJIയുടെ Osmo Action ക്യാമറയാണ്. DSLR-നേക്കാളും കൂടുതലും ഒരു 80% വീഡിയോസ് എല്ലാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് DJI Osmo Action ക്യാമറയാണ്. കാരണം എന്താണെങ്കിൽ DSLR-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് DJIയുടെ ആക്ഷൻ ക്യാമറ വളരെ ചെറിയൊരു ക്യാമറയാണ്. നമുക്ക് ക്യാരിയബിൾ ആണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം അധികം ഭാരമില്ലാതെ തന്നെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ DSLR ആകുമ്പോൾ നമുക്കത് ക്യാരി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്തും ജിമ്പിലും മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടി വരും നല്ല ഒരു ക്വാളിറ്റി വീഡിയോ കിട്ടാനായിട്ട്. അപ്പോൾ DJIയുടെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് DJIയുടെ Osmo Action ക്യാമറ. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്ന് ഏകദേശം ഒരു 17,000 രൂപയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 30,000-ൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത്. ഇതിന് കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഒരു GoPro പോലെ തന്നെയാണ് നമുക്ക് DJIയുടെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നത്. വാട്ടർ പ്രൂഫാണ്. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് 4K റെസൊല്യൂഷനിൽ വരെ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഡ്യുവൽ സ്ക്രീനാണുള്ളത്. ഇതിന് ഫ്രണ്ടിലും ഒരു സ്ക്രീൻ ഉണ്ട്. നമുക്കപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഫേസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ക്യാമറയാണ് DJIയുടെ Osmo Action ക്യാമറ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, പോക്കറ്റ് ഫ്രണ്ട്ലി ക്യാമറയാണ് DJIയുടെ Osmo Action ക്യാമറ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ ക്യാമറയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ പോണെന്നുള്ളത്. അല്ല, ഈ ക്യാമറയ്ക്ക് നല്ല സ്പെസിഫിക്കേഷൻസ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പോരായ്മകളും ഇതിനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ്. നമുക്ക് ക്യാമറയുടെ ഇൻബിൽഡ് മൈക്ക് എന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ക്യാമറ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏകദേശം ഇത്ര ഡിസ്റ്റൻറ്റിലായിരിക്കും നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ഓഡിയോ ഇതിൽ റെക്കോർഡ് ആവുന്നില്ല. അതൊരു പ്രോബ്ലം ആണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഓഡിയോ ജാക്കും നമുക്ക് അവർ തരുന്നില്ല. പിന്നെ ഉള്ളത് ഒരു C ടൈപ്പ് പോർട്ടാണ് അവർ തരുന്നൊരു പോയിന്റ് വരുന്നത്. ഇതിൽ ഞാൻ കുറേ C ടൈപ്പ് ഓഡിയോ വരുന്ന കുറേ കേബിളുകൾ ഞാൻ കണക്ട് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, DJIയുടെ തന്നെ വയർലെസ് മൈക്ക് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 33,000-ഓളം രൂപ വില വരുന്നുണ്ട് ആ മൈക്കിന്. അതാണ് ഇതിലേക്ക് സൂട്ടാവാന്ന് പറയുന്നത്. അത് നമുക്ക് ഒട്ടും അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ DJI Osmo Action ക്യാമറയിൽ നല്ല രീതിയിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒപ്പം ഓഡിയോ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ കുറേ റിസർച്ച് നടത്തി. വീഡിയോസും അതുപോലെ തന്നെ കുറേ മെറ്റീരിയൽസ് എല്ലാം വായിച്ച് കുറേ റിസർച്ച് നടത്തി. അതിനുശേഷമാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അത് വയർലെസ് ആണെങ്കിലും വയേർഡ് ആണെങ്കിലും ഓഡിയോ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് DJI Osmo Action ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ്, ഓഡിയോ അഡാപ്റ്ററാണ്. C ടൈപ്പ് ഓഡിയോ അഡാപ്റ്ററാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക്. സോ ഫ്രണ്ട്സ്, ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആമസോണിൽ നിന്നാണ്. നമുക്ക് എന്തായാലും പാക്കറ്റ് പൊട്ടിച്ച് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നല്ലൊരു ബോക്സ് ആട്ടോ. നല്ലൊരു ബോക്സോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് തുറക്കാം. ഓക്കെ, ആ ബോക്സിൻ്റെ ഉള്ളിൽ വേറെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിന് കമ്പനിയുടെ പേരൊന്നും വായിക്കാൻ പറ്റത്തില്ല, എന്തോ ഒരു ഭാഷയാണ്. അപ്പം എന്തായാലും ഇതും കൂടി എടുക്കാം. ഞാൻ ലിങ്ക്, ആമസോണിലെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാം. അപ്പോൾ ആ ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനി ഓപ്പൺ ചെയ്യാം. യൂസർ മാനുവൽ ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ അഡാപ്റ്റർ ഇരിക്കുന്നുണ്ട്. ഇതാണ് അഡാപ്റ്റർ. നമുക്ക് അതും കൂടി ഒന്ന് എടുത്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് അഡാപ്റ്റർ. വളരെ ചെറിയൊരു അഡാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഇവിടെ ഫീമെയിൽ C ടൈപ്പിൻ്റെ ഫീമെയിൽ സൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ C ടൈപ്പിൻ്റെ മെയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ഓഡിയോ, എക്സ്റ്റേണൽ ഓഡിയോ മൈക്കിൻ്റെ ജാക്കാണിത്. ഇതിലേക്ക് ഓഡിയോ മൈക്കിൻ്റെ, എക്സ്റ്റേണൽ മൈക്കിൻ്റെ പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊഡക്റ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഇത് കമ്പനി പറയുന്നത് 70 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്.
പക്ഷെ വില ഈ 70 ഗ്രാമിന്റെ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 1400 രൂപ ആമസോണിൽ നിലവിൽ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത്. ഇത് വേറൊരു യൂസും കൂടി ഉണ്ട്, ഇത് റിട്ടേണബിൾ ആണ്. ഞാൻ അത് കൂടി നോക്കിയിട്ടാണ് പ്രൊഡക്റ്റ് മേടിച്ചത്. നമുക്ക് എങ്ങാനും ഇപ്പോൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് ഞാൻ നോക്കി മേടിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ക്യാമറയിൽ DJI Osmo Action ക്യാമറയിൽ കണക്ട് ചെയ്ത് ക്യാമറ ഓൺ ആക്കി റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പോവാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ DJI Osmo Action ക്യാമറ. ഇതിൻ്റെ അടുത്തുനിന്ന് കാണിക്കുക. ഇതിൽ ഫ്രണ്ടിലൊരു സ്ക്രീൻ ഉണ്ട്, ബാക്കിൽ വലിയ സ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പോർട്ടുകൾ വരുന്നത് ഈ സൈഡിലാണ്. ഇത് ചാർജിങ് പോർട്ടും C ടൈപ്പ് പോർട്ട് ഉണ്ട്. ഇവിടെ ശരിക്കും വേറൊരു ബോക്സ് വരുന്ന ഒരു കവറിങ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ദൂരി മാറ്റിയതാണ്. ഈ C ടൈപ്പ് പോർട്ടിലാണ് നമ്മുടെ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ താഴത്ത് മെമ്മറി കാർഡും ഉണ്ട്. അപ്പോൾ ഇതിൽ C ടൈപ്പ് പോർട്ട്, ഈ ഓഡിയോ ജാക്ക് പിറകിലേക്ക് വരുന്ന രീതിയിലേക്ക് C ടൈപ്പ് പോർട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ശരിക്ക് സൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പക്കാ സൂട്ടാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ വാട്ടർ പ്രൂഫ് എന്നുള്ളൊരു ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് പോയി കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇനി ഇതിലാകുമ്പോൾ. എന്നാലും നല്ല സൂട്ടായിട്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ഇതിലിരിക്കുന്നുണ്ട്, ക്യാമറയിൽ ഇരിക്കുന്നുണ്ട്. ക്യാമറ വരുന്നത് നമുക്ക് കേസോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇത് പ്രൊഡക്റ്റ് നോക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഈ അഡാപ്റ്ററിന്റെ USB കേബിൾ C ടൈപ്പ് കണക്ഷൻ ക്യാമറയിലേക്ക് കറക്റ്റ് സൂട്ടായിട്ട് ഇരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എന്താണെങ്കിൽ ഇതിന്റെ ലെങ്ത് വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇത് ശരിക്കും സൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനി അടുത്തത് ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് നോക്കണം. ഓണാക്കി നമ്മൾ ക്യാമറയിൽ മൈക്കിന്റെ എന്തെങ്കിലും കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്ന മൈക്കിന്റെ കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും, അതിന്റെ എംബ്ലം വരും. അപ്പൊ നമുക്ക് എന്തായാലും അഡാപ്റ്ററും കൂടി കണക്ട് ചെയ്തിട്ട് നോക്കാം അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്ത് മൈക്കിന് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഡിജിടെക്കിൻ്റെ നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള വയർലെസ് മൈക്കാണ്. വയർലെസ് മൈക്കിൻ്റെ റിസീവറാണ്. ആ റിസീവർ നമ്മൾ DJIയുടെ ഈ പുതിയത് മേടിച്ച അഡാപ്റ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ക്യാമറയിൽ ഉപയോഗിക്കുന്ന കേബിളുകളാണെങ്കിലും അതെപ്പോഴും TRS കേബിൾ ആയിരിക്കണം. അതായത് ഇവിടെ 2 റിങ്ങേ പാടുള്ളൂ, 3 റിങ്ങുള്ളത് പാടില്ല, 2 റിങ്ങുള്ളതായിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ അഡാപ്റ്റർ 3.5 mm അഡാപ്റ്ററാണ്. 3.5 ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. എന്തായാലും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്റ്റായി. ഇവിടെ മൈക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ മൈക്കിൻ്റെ എംബ്ലം വന്നു. ചാർജിങ്ങിൻ്റെ അപ്പുറത്ത് മൈക്കിൻ്റെ ഒരു എംബ്ലം വന്നിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ അപ്പുറത്ത് മൈക്കിൻ്റെ എംബ്ലം വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അവിടെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്, മൈക്കിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ഇനി ഈ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാമറയിൽ തന്നെ നമുക്കൊന്ന് DJIയുടെ Osmo Action ക്യാമറയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് DJI Osmo Action ക്യാമറയിൽ നമ്മൾ പുതിയതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അഡാപ്റ്ററിലേക്ക് നമ്മൾ ഡിജിടെക്കിന്റെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള വയർലെസ് മൈക്കാണ് കണക്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്നത്. എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കണം. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ട്രയലാണ്. നമ്മൾ DJIയിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഈ അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്യണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല. സോ നമ്മളിത് ആദ്യമായിട്ടാണ് ഈ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് DJIയുടെ ആക്ഷൻ ക്യാമറയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ വേണം പരിശോധിച്ച് കമന്റ് ചെയ്യാനായിട്ട്. സോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ എന്തായാലും DJI Osmo Action ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് സൗണ്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നല്ല സൗണ്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ക്യാമറ അഡാപ്റ്ററിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ക്യാമറ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് ഡെസ്ക്ടോപ്പിൽ അതിന്റെ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു മൈക്ക് കണക്ട് ആയിട്ടുള്ളതിന്റെ. അപ്പൊ എന്തായാലും റെക്കോർഡ് ആവാൻ സാധ്യതയുണ്ട്, സൗണ്ട് നല്ല രീതിയിൽ തന്നെ സൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഡിജിടെക്കിന്റെ ഈ വയർലെസ് മൈക്ക് നമ്മൾ DSLRൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി നമുക്ക് സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വട്ടം കൊണ്ടകെട്ടി മല കയറാൻ പോയപ്പോൾ നമ്മൾ ഈ ഡിജിടെക്കിന്റെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സൗണ്ടിൽ. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകും, നല്ലൊരു സൗണ്ട് റെക്കോർഡിങ് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക്
നമുക്കതൊന്ന് പരിശോധിക്കാം. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊരു അൺബോക്സിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് പർച്ചേസ് ചെയ്യാനുള്ള ആമസോണിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ DJI Osmo Action Camera ഉപയോഗിക്കുന്നവർക്ക് ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അഡാപ്റ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. കാരണം നമ്മുടെ വീഡിയോ ക്വാളിറ്റി, നമ്മുടെ കണ്ടന്റിലെ വോയിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.